സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ അട്ടിമറിച്ചുവെന്ന് പ്രതിപക്ഷം. കോൺഗ്രസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. വയോജനങ്ങളെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത് നിയമവിരുദ്ധമാണെന്നും ഇതാണോ പുതുയുഗമെന്നും കെ പ്രേംകുമാർ MLA ചോദിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥനെ പനി ബാധിച്ചതിനാലാണ് പുറത്ത് വിതരണം നടത്തിയതെന്നും ഉദ്യോഗസ്ഥനെ ചുമതലയിൽ നിന്ന് മാറ്റിയെന്നും മന്ത്രി KM ഷാജി മറുപടി നൽകി. പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കലിനിടെ ഭരണപക്ഷവും ബഹളം വെച്ചു. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ പഞ്ചായത്തിൽ പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയുടെ നേതൃത്വവും ചേർന്ന് നിയമവിരുദ്ധമായി 2026 ജൂൺ 2 രാത്രി 8:30 വരെ പ്രായമായവരും അവശരായവരും ഉൾപ്പെടെയുള്ളവരെ ആഫീസിലേക്ക് വിളിച്ചു വരുത്തി, വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭരണമാറ്റം ഇങ്ങനെയാണോ സർ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ബോധ്യമാകേണ്ടത്? ഇങ്ങനെയാണോ ഈ ഭരണമാറ്റത്തിന്റെ ആ നവയുഗ പിറവിയിലേക്ക് പോകേണ്ടത്? പെൻഷൻ വിതരണ ചുമതലയുള്ള ജീവനക്കാരന് പനി ബാധിച്ചതിനാൽ വീടുകളിൽ കയറി പെൻഷൻ വിതരണം നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും അറിയാൻ സാധിച്ചു. ഇപ്രകാരം പെൻഷൻ വിതരണം ചെയ്തത് ശരിയായില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പെൻഷൻ വിതരണം നടത്തിയ പ്രസ്തുത ജീവനക്കാരനെ പെൻഷൻ വിതരണ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തതായും ചുമതല മറ്റു ജീവനക്കാർക്ക് വീതിച്ചു നൽകിയതായും സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിജിൻ വായന്തോട് വിവരണം നൽകും. വിജിൻ, എവിടെ വെച്ച് പെൻഷൻ വിതരണം ചെയ്തു എന്നായിരുന്നു പ്രേംകുമാറിന്റെ ആരോപണം? പുൽപ്പറ്റയിൽ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതായത് സാധാരണഗതിയിൽ വീട്ടിലാണ് പെൻഷൻ തുക എത്തിക്കുന്നത് ഉദ്യോഗസ്ഥർ. അതിന് പകരം പുൽപ്പറ്റ പഞ്ചായത്തിലെ ഒരു പ്രദേശത്ത് അവിടെ മുൻ UDFന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ അവിടെ ആളുകളെ രാത്രിയോളം വിളിച്ചു വരുത്തി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതാണ് ശ്രദ്ധ ക്ഷണിക്കലായി കെ പ്രേമൻ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതിലാണ് നിലവിൽ KM ഷാജി മറുപടി നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന കാര്യം KM ഷാജി അഡ്മിറ്റ് ചെയ്യുകയാണ്. അതിനുള്ള മറുപടിയാണ്. ഉദ്യോഗസ്ഥന് അസുഖം ബാധിച്ചതുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കമുണ്ടായത്. പക്ഷെ അത് ശരിയായ നടപടിയല്ല എന്ന് സർക്കാർ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ക്ഷേമ പെൻഷൻ നൽകുന്ന ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് KM ഷാജി വ്യക്തമാക്കിയത്. അതായത് ക്ഷേമ പെൻഷൻ നടത്തിപ്പ് അത് പൂർണ്ണമായും തകർക്കുന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. സർക്കാരിന്റെ മാറ്റം അതൊരു പുതുയുഗം എന്നുള്ളത് ഇത്തരത്തിലാണോ പുതുയുഗം നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇതിൽ പ്രതിപക്ഷ നേതാവും അക്കാര്യത്തിൽ മറുപടി പറഞ്ഞു. സ്പീക്കർ അതിൽ ഇടപെട്ടതോടെയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ചർച്ചയ്ക്കുള്ള അവസരം, അതിനുള്ള ഒരു സമയം അത് അംഗങ്ങൾക്ക് നൽകുകയാണ് വേണ്ടത് എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയും ഉണ്ടായത്. എന്തായാലും ക്ഷേമ പെൻഷൻ UDF സർക്കാർ വന്നതിന് ശേഷം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഇതിൽ അഴിമതിയുണ്ട് എന്നുള്ള ആരോപണം ഉൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിച്ചു. അപ്പോൾ അഴിമതി ആരോപണം അത് സഭാരേഖകളിൽ നിന്ന് നീക്കുകയാണ്. ശ്രദ്ധ ക്ഷണിക്കലിൽ അത്തരമൊരു ചട്ടമില്ല എന്നുള്ളതായിരുന്നു സ്പീക്കറുടെ മറുപടി. എന്തുകൊണ്ടാണ് സഭയിൽ ഈ കാര്യത്തിൽ ബഹളമുണ്ടായത് വിജിൻ? അതായത് പ്രതിപക്ഷാംഗങ്ങൾ ഇക്കാര്യത്തിൽ പെൻഷൻ വിതരണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. പക്ഷേ അത് അങ്ങനെയല്ല. ഒരു പ്രദേശത്ത് മാത്രം നടന്ന സംഭവമാണ്, പുൽപ്പറ്റയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അതിൽ സർക്കാർ നടപടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വാദം. അതിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കം ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഭരണപക്ഷം നിലപാടെടുത്തത്. പക്ഷേ ഇക്കാര്യത്തിൽ വീട്ടുപടിക്കൽ സേവനം എന്നുള്ള 2016 ശേഷം കൊണ്ടുവന്ന തീരുമാനം അത് പൂർണ്ണമായും അട്ടിമറിക്കുകയാണ്. അത് ഉദ്യോഗസ്ഥർ ആളുകളെ വിളിച്ചു വരുത്തിയൊക്കെ ചെയ്യുമ്പോൾ അതിൽ വലിയ അഴിമതിയാണ് ഉണ്ടാവുക, സ്വജനപക്ഷപാതം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയ അഴിമതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പെൻഷൻ വിതരണം അട്ടിമറിക്കപ്പെടും എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിലാണ് ബഹളം ഉണ്ടായത്. അതിൽ ആണ് പ്രതിപക്ഷ നേതാവും എഴുന്നേറ്റ് ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് സർക്കാർ തന്നെ അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത് എന്ന് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റി നിർത്തലല്ല വേണ്ടത്, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. അത്തരം നീക്കങ്ങൾ അത് തടയാനുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. ഏതെങ്കിലും തരത്തിൽ മറ്റ് സ്ഥലങ്ങളിലും ഇങ്ങനെ ഏതെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടായാൽ അതിലും നടപടി ഉണ്ടാകും എന്നുള്ളതാണ് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി ഇക്കാര്യത്തിൽ മറുപടി നൽകിയത്. ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ.